ചന്ദ്രോദയത്തിലെത്തുന്ന ബീരാനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് ഞാൻ ഇളയച്ചനോട് ദേഷ്യത്തിലാണെന്നും ഞാൻ വിളിച്ചിട്ട് എന്താണ് ഇളയച്ചൻ ഫോൺ എടുക്കാത്തതെന്നും എൻ്റെ അച്ഛൻ എവിടെയെന്നും ശ്രുതി ചോദിക്കുന്നു. ശേഷം ബീരാൻ വാതിലും ജനലുമെല്ലാം അടച്ചു പൂട്ടുമ്പോൾ എല്ലാവർക്കും ടെൻഷനാവുകയും സച്ചി ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രുതിയുടെ അച്ഛൻ എന്താണ് വരാതിരുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്നതോടെ ബീരാൻ പൊട്ടിക്കരയുകയും ശ്രുതിയുടെ അച്ഛൻ്റെ പാർട്ട്നേഴ്സ് അദ്ദേഹത്തെ ചതിച്ചുവെന്നും അദ്ദേഹം ഇപ്പോൾ മലേഷ്യയിലെ ജയിലിലാണെന്നും പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയും ശ്രുതി പൊട്ടിക്കരയുകയും ചെയ്യുന്നു. എന്നാൽ ശ്രുതിയുടെയും ബീരാൻ്റെയും പെരുമാറ്റത്തിൽ സച്ചിക്ക് സംശയം തോന്നുന്നു. തുടർന്ന് ഫംഗ്ഷന് വരാനായി അദ്ദേഹം ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തതെന്ന് ബീരാൻ പറയുമ്പോൾ ഇയാൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമാവുന്നില്ലെന്നും ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നത് പോലെ ഉണ്ടെന്നും സച്ചി പറയുന്നു. ഇത് കേട്ട് ചന്ദ്രമതി സച്ചിനെ വഴക്ക് പറയുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്തും ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം മരവിപ്പിച്ചിരിക്കുകയാണെന്നും സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയെന്നും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇനി അതെല്ലാം തിരികെ കിട്ടൂവെന്നും ബീരാൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. തുടർന്ന് സങ്കടപ്പെട്ട് കരയുന്ന ശ്രുതിയും ചന്ദ്രമതിയും ചേർന്ന് ആശ്വസിപ്പിക്കുന്നു. ശേഷം നിങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ മലേഷ്യയ്ക്ക് പോകണമെന്ന് ചന്ദ്രമതി പറയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ഇവരിപ്പോൾ അവിടേക്ക് ചെന്നാൽ ഇവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ബീരാൻ പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോവുകയും തൽക്കാലം അവിടേക്ക് പോകണ്ടെന്നും ബീരാൻ പറയുന്നു. ശേഷം മലേഷ്യയിൽ നിന്നും ഞാനും മുങ്ങിയതാണെന്നും അവിടെ നിന്നാൽ എന്നെയും അറസ്റ്റ് ചെയ്യുമായിരുന്നുവെന്നും ബീരാൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ബീരാൻ അവിടെ നിന്നും പോകുന്നു. ശേഷം അച്ഛൻ്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുന്ന ശ്രുതിനെ എല്ലാവരും ചേർന്ന് ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ശ്രുതിയുടെ ഇളയച്ചൻ പറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ലെന്ന് പറയുന്ന സച്ചിനെ രേവതി വഴക്ക് പറയുന്നു. പിന്നീട് കാപ്പിയുമായി വരുന്ന രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും കപ്പ് വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇത് കണ്ട് ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്ന രവീന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.